വർഷങ്ങളായി വേതന വർധനവില്ലാതെ ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാനത്തെ താൽക്കാലിക അധ്യാപകർ. എല്ലാ വർഷവും ചെറിയ തുക വർദ്ധിപ്പിച്ചിരുന്നെങ്കിലും 2021 മുതൽ അതും നിലച്ചു. ചെറിയ തുകയാണെങ്കിലും വർധന പുനഃസ്ഥാപിക്കണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. ജൂൺ മുതൽ ഫെബ്രുവരി വരെയാണ് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത്. സ്ഥിരം അധ്യാപകർ ചെയ്യുന്ന എല്ലാ ജോലിയും ഇവരും ചെയ്യണം. BEd ഉൾപ്പെടെയുള്ള ഉയർന്ന യോഗ്യതകൾ ഉള്ളവരാണ് താൽക്കാലിക അധ്യാപകരും. ഹയർ സെക്കൻഡറിക്കാർക്ക് 56,000 രൂപയാണ് അവരുടെ ബേസിക് സാലറി. ഞങ്ങൾക്ക് അതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. UP സെക്ഷനിലാണ്, പ്രൈമറിയിലൊക്കെ ആണെങ്കിൽ 36,000 ബേസിക് സാലറി ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു 18-20 കിട്ടിയാലായി. അത് ഡേയ്സിൻ്റെ അനുസരിച്ചാണ്. അത് ഹോളിഡേയ്സ് വന്നാൽ അതും പോയി, കിട്ടുന്നതും ഉണ്ടാവില്ല. അവരുടെ ചെയ്യുന്ന അതേ വർക്ക്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 15 പോലെയുള്ള ദിവസം അതിലൊക്കെ ഞങ്ങൾ പോകുന്നുമുണ്ട്. പക്ഷേ ഞങ്ങൾക്കതിൽ കിട്ടാറില്ല. അവധി ദിനങ്ങൾ ഒഴിവാക്കിയാൽ ഒരു മാസം പരമാവധി 15 ദിവസമാണ് വേതനം ലഭിക്കുക. ഓണം, ക്രിസ്തുമസ്, വേനലവധി എന്നീ സമയങ്ങളിൽ ജോലിയുമില്ല, വേതനവുമില്ല. കോവിഡ് വരെ ഞങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ഇൻക്രിമെൻറ്റ് ലഭിച്ചിരുന്നു. അതിനുശേഷമുള്ള പേ റിവിഷൻ 2021 ആ പേ റിവിഷനിലെ 30 രൂപ മാത്രമാണ് കൂട്ടിത്തന്നത്. ശരിക്ക് 1200 എന്നുള്ളത് 2400 അടുത്ത് കിട്ടേണ്ടത് 30 രൂപ മാത്രമേ കൂട്ടി തന്നിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് 8 വർഷത്തിനുള്ളിൽ 255 രൂപ, വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സംസ്ഥാനത്തെ ഭൂരിഭാഗം താൽക്കാലിക അധ്യാപകരും 10 മുതൽ 15 വർഷം വരെയായി സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ വേതനം വർദ്ധിപ്പിക്കാത്തതാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. വിലവർധനവ് വളരെ രൂക്ഷമാവുകയും അതേസമയം വരുമാനം അതിനനുസരിച്ച് ഉയരാതിരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി വളരെ ഭീകരമാണ്. ഞങ്ങൾ സർക്കാരിന്, മുഖ്യമന്ത്രിക്കും പിന്നെ ഫിനാൻസ് മിനിസ്റ്റർക്കും പിന്നെ റിയാസ് സാറിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനുഭാവപൂർണ്ണ ഒരു പരിഗണന ലഭിക്കുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് ഓരോ വർഷവും വേതനം വർദ്ധിപ്പിക്കണമെന്നാണ് UDF സർക്കാരിൻ്റെ അവസാന സമയത്ത് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. 2021 വരെ ഇത് നടപ്പാക്കിയെങ്കിലും പിന്നീട് ഉണ്ടായില്ല എന്ന് അധ്യാപകർ തന്നെ പറയുന്നു. ഓരോ വർഷവുമുള്ള വേതന വർധനവ് പുനഃസ്ഥാപിക്കണമെന്നാണ് സംസ്ഥാനത്തെ താൽക്കാലിക അധ്യാപകരുടെ ആവശ്യം. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.